ഉമ്മയുടെ ആഗ്രഹം എന്താണോ അതിന് നമ്മൾ കൂടെ നിൽക്കുക. ഉമ്മയുടെ ആഗ്രഹം എന്താണ്? മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഹസനുൽ ബസരി എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അറിവിൽ ശിശുവായ, ഇവിടെ പ്രസംഗം നടത്തിയതിൽ ഏറ്റവും അറിവിൽ പിന്നിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും ഹസൻ ബസരി തങ്ങളെ പറ്റി പറയാ എനിക്കറിയാം. അപ്പൊ മറ്റു പ്രഭാഷകരുടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെയും കാര്യം പറയണോ? അത്രയും വലിയ മനുഷ്യനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. ഉമ്മയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വലിയ ഉമ്മയെ സ്നേഹിക്കുന്ന ആളല്ലേ, ഉമ്മയോട് വലിയ താല്പര്യമല്ലേ, ഉമ്മയോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ, എന്നാൽ ഉമ്മയോടൊപ്പം ഇരുന്ന് ഒരുരുള ഭക്ഷണം നിങ്ങൾ കഴിക്കാത്തതെന്താ? എന്താ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞതെന്നറിയോ? രോമാഞ്ചമുണ്ടാകൂലേ സഹോദരങ്ങളെ? ഹൃദയം വല്ലാതെ പിടയ്ക്കൂലേ? മനസ്സിനകത്ത് 1000 നഷ്ടബോധം വരൂലേ? കുറ്റബോധത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ നമ്മൾ എത്തൂലേ? ഉമ്മ മരിച്ചവരുടെ ഹൃദയം വെൽമന്ത് നീറൂലേ? അവരുടെ ഹൃദയം പടപടയ്ക്കൂലേ? ജീവിച്ചിരിക്കുന്ന ഉമ്മാനെ കാണാൻ മനസ്സ് കൊതിക്കൂലേ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹമാ, എന്റെ ഉമ്മയോട് എനിക്ക് താല്പര്യമാ. പക്ഷെ ഒരുമിച്ചിരുന്ന് ഞാൻ എന്റെ ഉമ്മയുടെ ഓടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത് എന്തെന്നറിയോ? ഇന്നി അഖാഫു അൻ തസ്ബഖ യദീ ഇലാ ശൈഇൻ വ ഉമ്മി തതമന്നാ ഹാദാ ശൈ. എന്റെ ഉമ്മ ആ ഭക്ഷണ തളികയിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇറച്ചി പീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആഹാരം ഏതെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്റെ ഉമ്മാടെ ശ്രദ്ധ അതിലേക്ക് പോയി. എന്റെ ഉമ്മ കൊതിച്ചതാ വസ്തുവാണ്. അത് ഞാനറിയാതെ ഉമ്മ എടുക്കും മുമ്പ് എടുത്തിട്ടുന്നു പോയാ എന്റെ റബ്ബെന്നെ ശിക്ഷിച്ചാലോ, എന്റെ പടച്ചവൻ എന്നെ വെറുത്താലോ? എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു കൊതിച്ച് കണ്ണുവെച്ച ഒരു സാധനത്തില് ഉമ്മ ആഗ്രഹിക്കുന്നു എന്നറിയാതെ എങ്ങാൻ എന്റെ കൈ മുൻകടന്നിട്ട് ഞാൻ എടുത്തങ്ങ് കഴിച്ചാലോ? ഉമ്മായ പട്ടിണിക്കിടുന്ന മക്കളുടെ മുന്നില്, ഉമ്മാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത മക്കളുടെ മുന്നില്, നായക്ക് വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ ഉമ്മാക്ക് വെള്ളം കൊടുക്കുന്ന മക്കൾക്ക് അവരുടെ മുന്നിൽ നമുക്ക് പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിലിരുന്ന് ഉണ്ണാറ് വേറൊരു പാത്രത്തിൽ ഭക്ഷണം എടുത്ത് മാറിയിരുന്ന് തിന്നുന്ന ഹസൻ ബസരി എന്ന ഇമാമ് എന്ന ലോകം എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന പണ്ഡിതന്, ആ പണ്ഡിതൻ പറയുന്നു, എന്റെ ഉമ്മ കൊതിച്ച ഒരു ഭക്ഷണ പദാർത്ഥം അത് ഞാൻ എടുത്തു കഴിച്ചാൽ എന്റെ ഉമ്മാക്ക് സങ്കടമാവൂല, പക്ഷെ എന്റെ റബ്ബെന്നെ ശിക്ഷിച്ചാലോ? ഇത്രയും ഗൗരവമാണ് തലച്ചിറക്കാരാ ഉമ്മ, ഇത്രയും ഗൗരവമാണ് തലച്ചിറക്കാരാ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാരാ? ഖുർആൻ അവതരിപ്പിച്ച അതേ കോലത്തിലും രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും ശബ്ദത്തിലും ശ്രുതിയിലും മധുരമനോഹരമായ ഖുർആൻ ഓതുന്ന ഏക സഹാബി ഇബ്നു മസ്ഊദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഖുർആൻ ജിബ്രീൽ എങ്ങനാണോ എനിക്ക് ഓതി തന്നത് അതുപോലെ ഓതുന്ന എന്റെ അനുചരന്മാരിൽ, എന്റെ സഖാക്കളിൽ, എന്റെ സഹാബത്തില് ഒരേ ഒരാൾ ഇബ്നു മസ്ഊദാണ് എന്ന് പറഞ്ഞ സഫാ മലയിൽ നിന്നിറങ്ങി വന്ന് ഒരു ചെറിയ വൈകല്യമുള്ള മുടന്തായ ചെറിയ കാലും കൊണ്ടിറങ്ങി വന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത പാറപ്പുറത്ത് കയറി നിന്ന് സൂറത്തുർ റഹ്മാൻ അത്യുച്ചത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ഉറക്കെ വിളിച്ചോദിയ വിശുദ്ധ ഖുർആൻ ഓതിയ സഹാബിയ. ആളുകൾ വടിയും തടിയും അതുപോലെ ഈത്തപ്പന മടലും മുടിച്ചിട്ട് തല്ലിയിട്ട് ഒരാൾക്കൂട്ട കൊലപാതകത്തിന് ചരിത്രത്തിൽ ആദ്യമായി ശിലയിട്ട
സംഭവിച്ചത് എവിടെയാ? ആ പ്രിയപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹം ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരികയാ. ഉമ്മ ചോദിച്ചു, മോനെ ഇബ്നു മസ്ഊദേ, കുറച്ച് വെള്ളം കൊണ്ടുവാ. ആ വെള്ളപാത്രവുമായിട്ട് വരുമ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് ഉമ്മ ഉറങ്ങിപ്പോയി. ആ ഉമ്മാന്റെ മുന്നിൽ വെളുക്കുന്നത് വരെ ഉറക്കമുളച്ചു നിന്ന സഹാബിയാ. ഉമ്മ ഉണരട്ടെ, എന്നിട്ട് വെള്ളം കൊടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാറ്, ഒരൽപ്പം ഉറങ്ങാറ്, ഉമ്മാടെ തലയുടെ ഭാഗത്ത് വെള്ളപാത്രവും പിടിച്ച് കാത്തു നിന്ന മോനേതാ. പ്രിയപ്പെട്ടവരെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഇതേതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇതേതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഇതേതെങ്കിലും ലേഖന സമാഹാരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഏതെങ്കിലും വരികളല്ല. ഇത് ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ പ്രധാനിയായ പ്രമുഖനായ സീനിയറായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമ്മയ്ക്കും വീട്ടിലുണ്ടായ ഒരു അനുഭവത്തിന്റെ ശകലം നിങ്ങളോട് പറഞ്ഞതാ. ഇനി നിങ്ങൾക്കറിയണോ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? നമ്മളൊക്കെ സഹാബാക്കളെ പറ്റി പഠിക്കണം കേട്ടോ. ഗൗസുൽ അഅ്ലമിനെ പറ്റി പഠിക്കണം, മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ പറ്റി പഠിക്കണം, ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി സഞ്ചരിയെ പറ്റി പഠിക്കണം, മഹാനായ അഹ്മദുൽ ബദവി, ഇബ്രാഹിം ദസൂഖി, അബുൽ ഹസൻ ഷാദുലി, ഇവരെ പറ്റി നമ്മൾ പഠിക്കണം. കിട്ടുന്ന നമുക്ക് ആകെ അറിയാം ഒരു ജിബ്രീൽ, ഒരു മീകായിൽ, ഒരു മുങ്കർ, നക്കീർ, ഒരു അസ്രായിൽ, ഒരു ഇസ്രാഫീൽ, മലക്കുകളുടെ കൂട്ടത്തിൽ അറിയാം. പിന്നെ സഹാബാക്കൾ അറിയാം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. ഇതല്ലാതെ വേറെ എന്തറിയാം നമുക്ക്? പഠിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് യഥാർത്ഥത്തിൽ അബ്ദുള്ള എന്നാണ്. ഈ പേരെങ്ങനെ വന്നെന്നറിയോ? പേരെങ്ങനെ വന്നതാ? എന്റെ ഹിന്ദു സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെ പരിസരത്തുള്ള നല്ലവരായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, സ്നേഹിതകൾ കേൾക്കുന്നെങ്കിൽ, ഈ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അടിവരയിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് കോറിയിട്ട് നിങ്ങൾ എപ്പോഴും മസ്തിഷ്കത്തിൽ നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളിൽ ഒരു സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അബ്ദുല്ലാഹ് എന്നാണ്. ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ എന്തോ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ അബ്ദുള്ള സഹാബി റളിയല്ലാഹു അൻഹു. നബി ചോദിച്ചു, എന്താണത്? അപ്പോ കയ്യിൽ ഇങ്ങനെ പുറകിലേക്ക് മാറ്റിവെച്ചു. നബിയെ കാണിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, മഹാദ, അതെന്താ പറ. നബിയെ, ഒരു കൊച്ചു പൂച്ചയാണ്, ഒരു കൊച്ചു പൂച്ച. ഇത് കണ്ട നല്ല രസമുണ്ട്, അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തു വെച്ചതാ. കൊച്ചു പൂച്ചക്കുട്ടിയെ കണ്ടപ്പോ നബി തങ്ങൾക്ക് സന്തോഷമായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന അബ്ദുള്ള എന്ന സഹാബിയുടെ കയ്യിരിക്കുന്ന കൊച്ചു പൂച്ചയെ കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു, യാ അബാ ഹുറൈറ. ഹിറത്ത് എന്ന് പറഞ്ഞ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞ കൊച്ചു പൂച്ച. യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചയുടെ വാപ്പ. അന്ന് മുതൽ അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങി അബൂ ഹുറൈറ, അബൂ ഹുറൈറ. ഇന്നും ഹദീസുകളിൽ കാണാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതാണ് സഹജീവികളോടുള്ള സ്നേഹം. ഇസ്ലാമിന്റെ നിലപാടതാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ആർക്കും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, ആർക്കും ഒരു വേദന ഉണ്ടാകാൻ പാടില്ല, ആരായാലും അവർക്ക് ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ നിയമം അതാണ്. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഉമ്മയുമായിട്ട് എങ്ങനെയായിരുന്നെന്ന് അറിയോ? ഉമ്മയുമായിട്ട് എങ്ങനെയായിരുന്നു? വീട്ടിലേക്ക് കയറുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സലാം പറയും ഉമ്മയ്ക്ക്. എല്ലാരും അങ്ങനെയാണ്. ഷാഫി ഇമാമിന്റെ കരള് ഉമ്മയാണ്, ബുഖാരി ഇമാമിന്റെ കരള് ഉമ്മയാണ്. എല്ലാ ഇമാമി ഗൗസുൽ അഅ്ലമിന്റെയോ അബ്ദുൽ ഖാദിർ ജൈലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ആ ഗൗസുൽ അഅ്ലമിന്റെ എല്ലാം ഉമ്മയാണ്, എല്ലാം ഉമ്മയാണ്, പ്രിയപ്പെട്ട ഉമ്മയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ സുപ്രധാനമായ ഭീമാ പള്ളിയുടെ ഖബർസ്ഥാനിൽ
അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബീമാ ബീവി റഹിമഹല്ലാ. തൊട്ടടുത്ത് തന്റെ സീമന്ത പുത്രൻ മഹീൻ അബൂബക്കർ സിദ്ദീഖ്. അവര് സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ്. ഉമ്മയും മകനും അതൊരു വലിയ സംഭവമാണ്. ഉമ്മയും മോനും അത് വലിയൊരു സംഭവമാണ്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കേറുമ്പോ സലാം ചൊല്ലിയിട്ട് പറയും റഹിമക്കല്ലാഹ് കമാ റബ്ബൈതനീ സഗീറാ. ഇത് പറയുമ്പോ ഉമ്മ തിരിച്ചു പറയും വഅലൈക്കസ്സലാം റഹിമക്കല്ലാഹ് കമാ ബറത്നീ കബീറാ. എത്ര സന്തോഷം അവര് തമ്മില്. ഉമ്മ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ, റഹിമക്കില്ല, അല്ല നിങ്ങളെ കരുണ ചൊരിയട്ടെ. ഉമ്മ കമാ റബ്ബൈതനീ സഗീറാ, ചെറിയ പ്രായത്തിൽ നിങ്ങൾ എന്നെ നോക്കിയതുപോലെ നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. അപ്പൊ ഉമ്മാന്റെ മറുപടി എന്താ? റഹിമക്കല്ലാഹ്, മോനെ നിനക്കും അല്ലാഹു കരുണ ചൊരിയട്ടെ. കമാ ബറത്നീ കബീറാ, നീ വലുതായപ്പോ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം പോലെ നിനക്ക് കിട്ടട്ടെ. അങ്ങനെയായിരുന്നു. കൊടുക്കുന്നതേ കിട്ടൂ, കൊടുക്കുന്നതേ കിട്ടൂ. കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുക സഹോദരങ്ങളെ. അതുകൊണ്ട് കടപ്പാടുകൾ തീരൂല. ചിലര് പറയും ഉസ്താദേ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വീട് വെച്ച് ഉമ്മാക്ക് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്ത് വേണം? കടപ്പാട് തീരുവോ? ഉമ്മാക്ക് മാസം 10,000 രൂപ കൊടുത്തു എന്ന് വെച്ചിട്ട് കടപ്പാട് തീരുവോ? അത് മതിയെങ്കിൽ അൽഹംദുലില്ലാ, ഉമ്മ സംതൃപ്തയാണെങ്കിൽ അൽഹംദുലില്ലാ, എന്റെ മോനല്ലേ ഓക്കെ. പക്ഷെ അതല്ല എന്റെ ബാധ്യത തീർന്നു എന്നാരും കരുതരുത്. എന്റെ ഉമ്മാക്ക് ഞാൻ പെരുന്നാളാകുമ്പോ ഒരു ജോഡി ഡ്രസ് എടുത്തു കൊടുത്തു, ആവശ്യത്തിന് മരുന്നെടുത്തു കൊടുത്തു, കഴിക്കാൻ നല്ല ഭക്ഷണം കൊടുത്തു, കിടക്കാൻ നല്ല വിരിപ്പ് കൊടുത്തു. ഇതൊക്കെ ചെയ്തത് ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്നാരും കരുതണ്ട. അങ്ങനെയാണ് എങ്കിൽ അബൂ ബുർദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരാൾ കഅബ തവാഫ് ചെയ്യുകയാണ്. ഈ കഥ നിങ്ങൾ കേട്ടോളി. അബൂ ബുർദ എന്ന ആ സഹാബി പറയാൻ, ഞാൻ ഇബ്നു ഉമർ തങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഒരാൾ കഅബ തവാഫ് ചെയ്യുകയാണ്. കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തോളത്ത് ഉമ്മയുണ്ട്. ഉമ്മ തോളത്തിരിക്കുകയാണ്. ഉമ്മാക്ക് നടക്കാൻ കഴിയാത്തതിന്റെ പേരില് ആ ഉമ്മയെ തോളത്ത് വെച്ചിട്ട് തവാഫ് ചെയ്യുന്ന പൊന്നുമോൻ 7 തവാഫ് പൂർത്തീകരിച്ചു വരികയാണ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് ആ മകൻ വന്നിട്ട് ഉമ്മയോ ആ പ്രിയപ്പെട്ട ഉമ്മയെ നിലത്തിറക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ഇബ്നു ഉമർ തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ആ മഹാനായ അബൂ ബുർദ തങ്ങളെ നോക്കി നിൽക്കുകയാ. ആ മകൻ ചോദിക്കുന്നു, തങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിയോ? അപ്പറാനി ജസൈതുഹാ, നിങ്ങൾ പറ എന്റെ കടമ തീർന്നിട്ടുണ്ടോ? ഈ മകന് ചുമക്കുക മാത്രമല്ല ഉമ്മയെ തോളത്ത് വെച്ചിട്ട് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ആ മകൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്നീ ലഹാ ബൈറുഹൽ മുദല്ലലോ, ഇന്നീ ലഹാ ബൈറുഹൽ മുദല്ലലോ, എന്റെ ഉമ്മാടെ വാഹനമാണ് ഞാൻ, എന്റെ ഉമ്മാന്റെ കീഴ്പ്പെടുത്തപ്പെട്ട വാഹനമാണ്, എന്റെ ഉമ്മയുടെ നിസ്സാരനായ വാഹനമാണ്, കഴുത ഒട്ടകമാണ് ഞാന് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വന്ന മകനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങളെ അപ്പറാനി ജസൈതുഹാ, എന്റെ ബാധ്യത എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? ആ സമയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വലാ ബിസഫറത്തിൻ വാഹിദാ, തീർന്നിട്ടില്ല. നീ ഇപ്പൊ ചെയ്ത ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഏത് നിന്റെ തലയിൽ വെച്ച് തോളത്ത് വെച്ചിട്ട് തവാഫ് ചെയ്ത് ഉമ്മയെ നടത്തിക്കാറ് കഅബയെ തവാഫ് ചെയ്യിപ്പിച്ചിട്ട് നീ കൊണ്ടിരുത്തിയല്ലോ, എന്നിട്ട് നീ ഉമ്മയ്ക്ക് വാഹനമാണെന്ന് വിളിച്ചു പറഞ്ഞല്ലോ, നീ കാണിച്ച പ്രവൃത്തി ഉണ്ടല്ലോ മോനെ, വലാ ബിസഫറത്തിൻ വാഹിദാ, നിന്റെ ഉമ്മ നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ അവ
അവര് വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, ഒരു നെടുവീർപ്പുണ്ടല്ലോ, ഒരു ശ്വാസമുണ്ടല്ലോ, അതിന് പോലും പകരമായിട്ടില്ല. തോളത്ത് വെച്ചിട്ട് തവാഫ് ചെയ്ത് ഉമ്മാടെ വാഹനമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് മോൻ ഇങ്ങനെ കൊണ്ട് കറങ്ങി. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പള്ളിക്കകത്തിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, തറാനി ജസൈതുഹ, എന്റെ കണ്ടോ, തങ്ങളെ ഞാൻ ചെയ്ത കണ്ടോ, അപ്പൊ എന്റെ ഉമ്മയുടെ കടമ നിർവഹിച്ചില്ലേ? അവൻ പറഞ്ഞു, ഇല്ല മോനെ, ആ ഉമ്മ നിന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് ആ ഉമ്മ വിട്ട ഒരു ശ്വാസം ഉണ്ടല്ലോ. എന്ത് ശ്വാസം? നെടുവീർപ്പിന്റെ. അവർ എഴുന്നേക്കുമ്പോഴും, ഗർഭിണികൾ എഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അവർക്ക് സാധാരണ നിലയിൽ പറ്റില്ലല്ലോ. അവരിങ്ങനെ എഴുന്നേക്കുമ്പോഴൊക്കെ അവർ വിടുന്ന ഒരു ശ്വാസം ഉണ്ടല്ലോ, ആ ഒരു ശ്വാസത്തിന് പകരമായിട്ടില്ല ഇത്. നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മളിപ്പോ മനസ്സിലാക്കിയില്ലേ? നമ്മുടെ ഉമ്മ പനി വന്നാൽ ആവി പിടിക്കും, ജലദോഷം വന്നാൽ ആവി പിടിക്കും, ശബ്ദം വേദന വന്ന ചുമ വന്നാൽ ചുക്ക് കാപ്പി കുടിക്കും. എന്താ കാര്യം? ഹോസ്പിറ്റലിൽ പോയാൽ മെഡിസിൻ തന്നാൽ അത് ഞാൻ കഴിച്ചാൽ എന്റെ കുഞ്ഞിന് വൈകല്യം വല്ലതും വന്നു പോകുമോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം സംഭവിച്ചു പോകുമോ പേടിച്ചിട്ട് ചുക്ക് കാപ്പിയിട്ട് കുടിച്ചും ആവി പിടിച്ചിട്ടും മക്കളെ വളർത്തി വലുതാക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ മുന്നില്, പിച്ച വയ്ക്കാൻ പഠിപ്പിച്ച ഉമ്മയുടെ മുന്നില്, അക്ഷരാഭ്യാസത്തിന്റെ ആദ്യ അക്ഷരം കുറിച്ചു തന്ന ഉമ്മയുടെ മുന്നില്, ഉമ്മയുടെ അടിവയറ്റില് മൂച്ചിട്ട കാലുകൊണ്ട്, ഷൂവിട്ട കാലുകൊണ്ടും അക്ഷരക്കൂട്ടങ്ങൾ, നിന്റെ പേരിന്റെ അകമ്പടി സേവിക്കുന്ന ബിരുദക്കൂട്ടങ്ങൾ വന്നപ്പോൾ, നീ MBBS-ഉം LLB-യും MBA-യുമായപ്പോൾ, നീ MA-യും BA-യുമായപ്പോൾ, നീ വലിയ വലിയ ഉന്നതമായ ഭൗതികമായ എല്ലാ മേഖലകളും കീഴടക്കാൻ തുടങ്ങിയപ്പോൾ, നിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ആളുകളുടെ മുന്നിൽ മുറുക്കി തുപ്പുന്ന നിന്റെ ഉമ്മ നിനക്ക് കൊള്ളാതെയായി. കാണാൻ കോലം കെട്ട ഉമ്മ നിനക്ക് കൊള്ളാതെയായി. കോളേജിൽ വിളിച്ചു പറഞ്ഞു, നാളെ എല്ലാരും അമ്മമാരെ കൊണ്ടുവരണം. സുന്ദരിയായ വെളുത്ത പെണ്ണ് അവളുടെ അമ്മയെ കൊണ്ടുവരാതെ ക്ലാസ്സിൽ കയറാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോ അമ്മയെ കൊണ്ടുവന്നു. മലയാളികൾ അഭിമാനത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുമ്പോ ഈ കേരളത്തിലെ, ഈ സാക്ഷര കേരളത്തിലെ ഒരു ക്യാമ്പസിന്റെ അകത്ത് ഓഫീസ് റൂമിലേക്ക് കടന്നു വന്ന ആ പ്രിയപ്പെട്ട അമ്മ എന്ന കറുത്ത വർഗക്കാരി, വെളുത്തു വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ കൂട്ടുകാരികൾ ചോദിച്ചത്, അതാണോ നിന്റെ അമ്മ? അവൾ പറഞ്ഞു, ഇല്ല, എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് വേലക്കാരിയെ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന്. വേലക്കാരിയാണ്, തൊടുപ്പിലെ വേലക്കാരിയെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് സാക്ഷര കേരളത്തിലാണ് എങ്കിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് എങ്കിൽ, സ്വന്തം ഉമ്മയെ പഠിക്കുന്ന കലാലയങ്ങളിലും, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും, ഉദ്യോഗം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും കടന്നു വന്നാൽ അവരുടെ അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ദേഷ്യമാണ് എങ്കിൽ, അമർഷമാണ് എങ്കിൽ, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ നിന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കോലം കിട്ടിയത്. ഈ കോലം ഇങ്ങനെ ആയത് നിന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ്. വാപ്പാന്റെ കബറിൽ വെള്ളിയാഴ്ചയെങ്കിലും എല്ലാ റമദാനെത്തുമ്പോഴും പള്ളി കമ്മിറ്റി എന്താ ചെയ്യുന്നത്? ആളെ വിളിക്കുന്നു, കൊട്ടേഷൻ കൊടുക്കുന്നു. എന്ത് കൊട്ടേഷൻ? പള്ളി പുരയിടം വൃത്തിയാക്കുന്നതിന് ആരാ തയ്യാറ്? എത്ര രൂപ കൊട്ടേഷൻ കൊടുക്കാൻ? അപ്പോ ഏറ്റവും വില കുറഞ്ഞ ആരാണോ പറയുന്നത് അവരെ കെട്ടിക്കെട്ടി കാട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വിനീതമായ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. വെള്ളിയാഴ്ചയെങ്കിലും തലച്ചിറ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വാപ്പയുടെയും ഉമ്മയുടെയും ഖബറില് വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ ജുമാക്ക് മുമ്പ് കുളിച്ചൊരുങ്ങിട്ട് അപ്പറ പൂശിയിട്ട് ജുമാ നിസ്കാരമാകുന്ന പാവപ്പെട്ടവന്റെ പെരുന്നാൾ ആഘോഷത്തിന് പള്ളിയിൽ വരുമ്പോ ആ ഖബർസ്ഥാനിൽ ചെന്നിട്ട് എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിഹ ഓതിയിട്ട് ഇതെന്റെ ഉമ്മയുടെ വാപ്പയുടെ ഖബറിൽ ഇനി കൊടുക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുന്ന മക്കൾ എല്ലാവരും വാപ്പയെയും ഉമ്മയെയും കാണാൻ ആഴ്ചയിൽ ഒരു വട്ടം ഖബർസ്ഥാനിൽ വന്നാൽ
പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് കാട് വൃത്തിയാക്കേണ്ട ഗതികേടുണ്ടാവുമോ പള്ളി കമ്മിറ്റിക്ക്? ഇല്ല. എല്ലാരും നടന്നും പോയും സിയാറത്ത് ചെയ്തും പള്ളിക്കാട് എത്ര മനോഹരമാകുന്നു. ഇന്നെന്തുകൊണ്ടാണ് വാപ്പയുടെ ഖബററിയാത്ത മക്കൾ ഇന്നും പറയാണ്? അറിയണമെങ്കിൽ ഒന്നുകിൽ കുഴി വെട്ടുന്നവനോട് ചോദിക്കണം, ഇല്ലെങ്കിൽ തൽക്കിനോദിയ മോദി മാമാട്ട ചോദിക്കണം, ഇല്ലെങ്കിൽ അന്ന് ദുആരെന്ന ഉസ്താദിനോട് ചോദിക്കണം ഖബറേതാണ്. മക്കൾക്കറിയില്ല. എല്ലാ മക്കളുടെ അവസ്ഥയുമല്ല പറയുന്നത്, ചില മക്കളുടെ കാര്യമായി പറയുന്നത്. അതുകൊണ്ട് കടമകൾ ഒന്നും തീരില്ല പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് ഭൗതിക ലോകത്തുള്ള നേട്ടം രണ്ടെണ്ണം പറയുക. ഇനി ആകെ അരമണിക്കൂർ. ഭൗതിക ലോകത്തുള്ള നേട്ടം എന്താണെന്നറിയോ? 10:45 ഇൻഷാല്ലാ ബക്കറ്റ് ഇളശൻ 10:45 ഇൻഷാല്ലാ. എന്താ ഭൗതിക ലോകത്ത് നമുക്കുള്ള നേട്ടം എന്നറിയോ? നമ്മളൊക്കെ വലിയ നിലയിലേക്ക് എത്തുമല്ലോ. ഈ വലിയ നിലയിൽ ഏതൊക്കെ വലിയ ഉന്നതമായ നിലയിലെത്തിയ ആളുകളെ നിങ്ങൾ നോക്ക്. അതിന്റെയൊക്കെ പിന്നിൽ ഏതോ ഒരു ചെറിയ കരങ്ങളുണ്ടാവും. അതേതാ? ഈ ഫ്ലൈറ്റിൽ എവിടെയെല്ലാം പറന്ന മനുഷ്യന്മാർ യാത്ര ചെയ്യുന്നത് അല്ലേ? നമ്മൾ കണ്ടതും കാണാത്തതുമായ എത്രയോ ഫ്ലൈറ്റുകൾ, വിമാനങ്ങൾ. നമ്മൾ അകത്ത് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും അറിയാത്തത് കൊണ്ടാ. വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ പുറത്തേക്കൊന്ന് നോക്കണം, അപ്പോഴറിയാം ഈ വലിയ വിമാനത്തെ ഫ്ലൈറ്റിനെ റൺവേയിലേക്ക് കൊണ്ടുവരുന്നത് ചെറിയൊരു വണ്ടിയാണ്. അല്ലേ? അല്ലേ? അങ്ങനല്ലേ? തെറ്റുണ്ടെങ്കിൽ പറയും, തിരുത്തും. ഫ്ലൈറ്റിനെ കൃത്യമായി തള്ളി അതിനെ നേരെ റൺവേയിലോട്ട് കൊണ്ട് നിർത്തുന്നത് ചെറിയൊരു വാഹനമാണ്. അപ്പൊ എത്ര ഉയരത്തിൽ പറന്നു പോകുന്ന വിമാനത്തെയും നിരത്തിറക്കാനും അതിന്റെ ചാനലിൽ കൊണ്ടുവരാനും അതിന്റെ പിന്നിൽ ഒരു ചെറിയ ഹെൽപ്പ് ഉണ്ട്. കപ്പൽ യാത്ര ചെയ്തിട്ടുള്ളവർ അപൂർവം ആളുകളെ ഉള്ളൂ. ഈ ദീനി പ്രബോധന മേഖലയിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് പോകുമ്പോ ഭാരത് സീമ, അറേബ്യൻ സീ പോലുള്ള കപ്പലിൽ യാത്ര ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഈ കപ്പലിനെ നേരെ ഇതിന്റെ സമുദ്രത്തിന്റെ ഇതിന്റെ ഒരു ചാനലുണ്ട്, ഇതിന് പോകാനുള്ള റൂട്ടുണ്ട്. ആ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ചെറിയ ഒരു കൊതുമ്പ് വള്ളമാണ്. അതിലൂടെയാണ് അതിനെ നേരെ കൊണ്ടുപോയി കൃത്യസ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് അത് മാറും. ഇത് പിന്നെ അങ്ങ് പോകും. ഏത് വലിയ വമ്പൻ വലിയ സംഭവങ്ങളുടെ പിന്നിലും ഒരു ചെറിയ ഹെൽപ്പ് ഉണ്ടാകണം. മനുഷ്യൻ എത്ര ഉയരത്തിലെത്തിയാലും കേട്ടോ, അതിന്റെ പിന്നിൽ രണ്ട് കരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള പ്രാർത്ഥനയും ഒരു കരം അവന്റെ തലയിലേക്ക് ഉയർത്തി വെച്ചിട്ടുള്ള അനുഗ്രഹവും ഉണ്ടാകും. അതാരുടേതാണ്? കെട്ടിയോളുടേതൊന്നുമല്ല. ഈ കുടുംബ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. കെട്ടിയോൾ എപ്പോഴാ നമുക്ക് വന്നത്? കെട്ടിയോൾ എപ്പോഴാ വന്നത്? നമ്മുടെ ജീവിതത്തിന്റെ പകുതിയാണ്, ദീനിന്റെ പകുതിയാണ്, ഒക്കെ ശരിയാ. നമ്മുടെ എല്ലാമാണ്. പക്ഷെ നമ്മളും മറ്റത് നമ്മുടെ പാത്രമാണ്. നമ്മൾ എവിടെ കിടന്നത്? അതിനകത്തല്ലേ കിടന്നത്? നമ്മൾ അതിനകത്തല്ലേ കിടന്നത്? അപ്പൊ അത്രയും കടപ്പാട് നമുക്കുണ്ട് ഉമ്മയോട്. ആ ഉമ്മയുടെ ദുആയാണ്, ആ ഉമ്മയുടെ അനുഗ്രഹമാണ്. അല്ലാത്ത ഒരു മോനും ഉയരത്തിലെത്തിയിട്ടില്ല. അമേരിക്കയുടെ എത്ര പ്രസിഡന്റുമാര് പഠിക്കാൻ മിടുക്കന്മാരല്ലാത്ത, സംസാരിക്കാൻ വിക്കുണ്ടായിരുന്ന എത്രയോ ആളുകളുടെ മുമ്പിൽ എടുക്കാൻ നാണയമായിരുന്ന ബാല്യകാലത്തെ ദുരനുഭവങ്ങളിൽ നിന്ന് ഉമ്മ ചേർത്ത് പിടിച്ചിട്ട്, അമ്മ ചേർത്ത് പിടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞു കൊണ്ടുപോയി ആശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനമാ പൊന്നുമോൻ വൈറ്റ് ഹൗസിന്റെ അധിപനായി, ലോക പോലീസ് ചമയുന്ന വൈറ്റ് ഹൗസിന്റെ അധിപനായി വാണരുളിയ എത്ര സംഭവങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഉമ്മ നമ്മളെ സ്നേഹിച്ചാൽ, ഉമ്മ നമ്മളെ അനുഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? സൂറത്ത് മറിയം എടുത്തു നോക്ക്. അല്ലാഹു പറയുകയാണ് ആരെപ്പറ്റിയാ? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. അല്ലാഹു
അല്ലാഹു പറയുകയാണ്, ഈസാ നബി പറഞ്ഞ വാക്കിനെ അല്ലാഹു എടുത്തു ലോകത്തിന് പാഠമായി കൊണ്ട് പഠിപ്പിക്കുകയാ. വബറം ബിവാലിദതി, ഭർത്താവില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അതേ വാപ്പയില്ലാതെ ജനിച്ച ഈസാ നബി അലൈഹിസ്സലാം, എന്റെ ഉമ്മാക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് എന്റെ ഉമ്മയെ ഉള്ളൂ. എന്റെ ഉമ്മക്ക് ഞാൻ ഗുണം ചെയ്തപ്പോ വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ, അല്ലാഹു എന്നെ പരാജയപ്പെടുത്തിയില്ല, അല്ലാഹു എന്നെ പരാജയപ്പെടുത്തിയില്ല. അല്ലാഹു എന്നെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോയി. ഇത് ഈസാ നബിയുടെ വാക്കാണ്. ഒരുപാട് വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ലാത്ത വാക്കല്ലേ. എന്നാ നിങ്ങൾക്കറിയോ, ഇറാനിലെ നഹാബന്ദ് എത്ര മൈലുകൾക്കപ്പുറമാണ്. ആ ഇറാനിലെ നഹാബന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധം ചെയ്യുകയാണ് ആര്? സാരിയത്ത് റളിയല്ലാഹു തആല യുദ്ധം ചെയ്യുകയാ. മദീനയുടെ ഭരണാധികാരിയാരാ? ഖത്താബിന്റെ ഹംദമയുടെ മകനായി ചെറിയ പ്രായത്തിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്നു യുവാവായപ്പോൾ സിറിയയിലും ഷാമിലും യമനിലും പട്ടുവസ്ത്ര വ്യാപാരം നടത്തിയ, പിന്നീട് ഉഖാല ചന്തയുടെ മുതലാളിയായ വീരനായ വിജിഗീഷുവായ മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ മിമ്പറിൽ നിൽക്കുകയാ. വെള്ളിയാഴ്ച ഖുതുബയോതുകയാണ്, വെള്ളിയാഴ്ച ജുമുഅ പ്രസംഗം നടക്കുകയാണ്. ആ സഹാബാക്കൾ ഇങ്ങനെ തലയിലൊരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ കാത്തിരിക്കുന്നവരെ പോലെ ആ ഉമർ തങ്ങളുടെ ചുണ്ടുകളിലും നടന്നു വീഴുന്ന തിരുമൊഴികൾ വായിച്ചെടുക്കാൻ സഹാബത്തിന്റെ കണ്ണുകൾ കാതുകൾ അവിടേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തോ ഒരു വിഷയം, ചൂട് പിടിച്ച വിഷയം ഇങ്ങനെ പ്രസംഗിച്ചു വരുന്നതിനിടയിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഉറക്കെ പറയുന്നു, സാരിയാ 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 അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ജബൽ, പർവ്വതം 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 എന്ന് വിളിച്ചു പറയുന്നു. സഹാബാക്കൾ ചിന്തിച്ചു, എന്തായി പറയുന്നത്? ഇത് എന്താ ഖുതുബയുടെ ഭാഗമല്ലല്ലോ. ആ സമയത്ത് ആർക്കും ഒന്നും മനസ്സിലായില്ല, ചോദിക്കാൻ ആർക്കും ധൈര്യവും വന്നില്ല. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ന ഇറാനിൽ ഒരു പ്രദേശത്ത് യുദ്ധത്തിന് പോയിരിക്കുന്ന മഹാനായ സാരിയത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. എന്നിട്ട് മഹാനവറുകൾ ആളുകളുമായിട്ട് കാർക്കോസാരി പറഞ്ഞപ്പോൾ, യാത്രയുടെ അനുഭവങ്ങളെ പറ്റി വിശദീകരിച്ചപ്പോൾ സാരിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ നഹാവന്തിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അലക്ഷ്യമായി, പെട്ടെന്ന് ഞാനിങ്ങനെ അശ്രദ്ധനായി. ആ സമയത്ത് പർവ്വതത്തിന്റെ പിന്നിലൂടെ ശത്രുക്കൾ വന്നു. അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങളുടെ വാക്ക് ഞാൻ അന്തരീക്ഷത്തിലൂടെ കേട്ടു, സാരിയത്തെ സാരിയത്തെ പിന്നിലേക്ക് നോക്ക്, പർവ്വതത്തിന്റെ പിന്നിലൂടെ ശത്രുക്കൾ വരികയാ. ഞാൻ നോക്കുമ്പോൾ അവരെ കണ്ടു, അവരോട് പോരാടി ഞാൻ വിജയിച്ചു. ഇത് ഞാൻ കണ്ട കാഴ്ചയാണെന്ന് പറഞ്ഞപ്പോഴാണ് മദീന നിവാസികൾക്ക് മനസ്സിലായത്, അന്നത്തെ പ്രസംഗത്തിൽ ഇടയ്ക്ക് കയറിയിട്ട് ഈ പറഞ്ഞത് ഇതാണല്ലോ എന്ന്. അതവിടെ നിൽക്കട്ടെ, ഇതൊരു കറാമത്താണ്. ഇത് സാരിയാത്തങ്ങൾ ഉമർ തങ്ങളുടെ വാക്ക് മൈലുകൾക്കപ്പുറത്ത് നിന്ന് കേട്ടത്, സാരിയാത്തങ്ങളുടെ ചലനം മദീനയിൽ നിന്നുകൊണ്ട് ഉമർ തങ്ങൾ കണ്ടത്, ഇതെല്ലാം കറാമത്ത് തന്നെയാ. പക്ഷെ നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തുകൊണ്ടാണ് സാരിയത്തിന് ഈ പദവി കിട്ടിയതെന്നറിയോ? ചരിത്രത്തിൽ കാണാ, സാരിയാ തങ്ങളെ ഉമ്മയോട് അതിരറ്റ സ്നേഹമുള്ള ഗുണമുള്ള മോനായിരുന്നത്രേ, വല്ലാതെ ഉമ്മ ഇഷ്ടപ്പെടുന്ന മോനായിരുന്നത്രേ. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, സാമ്പത്തികമായി ഉയരണോ, സാംസ്കാരികമായി ഉയരണോ, നാഗരികമായി ഉയരണോ, ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകണോ, ഉയരങ്ങൾ കീഴടക്കണോ, അത് ഉമ്മയുടെ പിന്തുണയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, അനുഗ്രഹമില്ലാതെ നടക്കൂല. ഇനി രണ്ടാമത്തെ ഗുണമേതെന്നറിയോ? ഞാൻ ചുരുക്കി പറയാ. രണ്ടാമത്, ഉമ്മയെ നമ്മൾ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ, ഉമ്മയെ വഴിപ്പെട്ടാൽ, ഉമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ ഒരു പാപവും നമ്മൾ ചെയ്യുന്നവരാവൂല, ഒരു പാപവും നമ്മൾ ചെയ്യുന്നവരാവൂല. എന്തുകൊണ്ടെന്നറിയോ? സൂറത്തു മറിയമിൽ തന്നെ കാണാ, യഹ്യാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുകയാ, വബറം ബിവാലിദൈ വലം യകുന ജബ്ബാറൻ അസിയാ.
മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു. അതിന് അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? വലം യകുന ജബ്ബാറൻ അസിയാ, പാപ സുരക്ഷിതനായി മാറ്റിക്കൊടുത്തു. അത്രേ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ ഞാൻ ഇബ്നു അബ്ബാസിന്റെ അടുത്തിരിക്കുമ്പോൾ, സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് തൗബയുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ. സഹാബി തങ്ങളുടെ മുമ്പിൽ മാത്രമല്ല സഹാബത്ത് പോയിട്ടുള്ളത്, സഹാബാക്കൾ പ്രമുഖരുടെ അടുക്കൽ ചെറിയ സഹാബത്ത് പോയിട്ടുണ്ട്, താബിഈങ്ങൾ സഹാബത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. എന്ത് പറയാനാ? വന്നിട്ട് പറഞ്ഞു, ഞാൻ തൗബയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാ, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നവനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാ. എന്താ നീ ചെയ്ത തെറ്റ്? ഞാനൊരു പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് മോഹിച്ചു, അവളുടെ വീട്ടിൽ ചെന്നിട്ട് ആലോചന നടത്തി. ആ സമയത്ത് അവൾ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ലെന്ന്. ഞാൻ മടങ്ങി വന്നു, പക്ഷേ ആ പെണ്ണ് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. എന്തു ചെയ്തു നീ? മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞു, നബിയേ മഹാനായ തങ്ങളെ ഖതൽതുഹാ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, പ്രേമ നൈരാശ്യത്തിൽ ഞാൻ അവളെ അങ്ങ് കൊന്നുകളഞ്ഞു, ഞാനങ്ങ് കൊന്നു. ഫഹല്ലി തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ തങ്ങളെ? അതറിയാൻ വേണ്ടി വന്നതാ. മനസ്സിനകത്ത് വല്ലാത്ത നീറ്റല, എനിക്ക് മാറണമെന്ന ചിന്തയാ, അതുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് തൗബയുണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഉമ്മുക ഹയ്യ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉമ്മ മരിച്ചു. അപ്പ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, എന്നാ തുബ് ഇലല്ലാഹ്, പടച്ചവനിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ. ആ മനുഷ്യൻ പറഞ്ഞു, എന്നാ ഞാൻ തൗബ ചെയ്തോളാം എന്നും പറഞ്ഞ് തിരികെ പോകുന്നു. മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശേഷം നടന്ന കാര്യങ്ങള് ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, തങ്ങളെ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാൻ പറ്റാത്തതിന്റെ പേരിൽ പ്രേമ നൈരാശ്യത്തിൽ കൊന്നുകളഞ്ഞ ആ മനുഷ്യനോട് എന്തുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചതെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി മിൻ ബിദ്ദിൽ വാലിദ, ഉമ്മക്ക് ഗുണം ചെയ്യുന്നതോളം വലിപ്പമുള്ള ഒരു അമലും എനിക്കറിയില്ല. അതുകൊണ്ട് ആ മനുഷ്യന്റെ ശിഷ്ടകാല ജീവിതം ഉമ്മാക്ക് സേവനം ചെയ്ത് ജീവിക്കാൻ ഞാൻ ഉപദേശിക്കാനാ പറഞ്ഞത്. പക്ഷേ അവന്റെ ഉമ്മ മരിച്ചുപോയില്ലേ, പിന്നെ തൗബയല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. വബറം ബിവാലിദൈ വലം യകുന ജബ്ബാറൻ അസിയാ, ആരും ഉമ്മമാരെ ബഹുമാനിക്കുന്നുണ്ടോ ഒരു പാപത്തിലും അവന് ചെന്ന് വീടൂല, ഒരു പാപവും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. പ്രിയപ്പെട്ട ഉമ്മ അതാണ്. ഇനി ഒരൊറ്റ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയണം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരാളും എഴുന്നേക്കരുത്. നിങ്ങൾ അതിഥികളും ആതിഥേയരും, ഞാൻ അതിഥിയുമാണ്, ഞാൻ അതിഥിയാണ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയും. നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് ദുആ കഴിഞ്ഞൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ആരും പോകരുത്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ആ ബക്കറ്റ് കൊണ്ടുവരുമ്പോ, എവിടെ ബക്കറ്റ്? വരി ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് പെട്ടെന്ന് ആ കാര്യം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിന്റെ ഏതൊരു നിയ്യത്താണോ അത് മനസ്സിൽ കാണുക, വേറെ ഒരു കളക്ഷനും ഇല്ല. അപ്പൊ ആ കാര്യം അല്ലാഹുവേ ഈ അനുഗ്രഹീത രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ലൊരു ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കും, നല്ല നിയ്യത്തോടു കൂടി. നാളെ ഉദ്ഘാടനവും ദുആ മജ്ലിസുമാണ്, ഇന്ന് വഅലിന്റെ സമാപനമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ കഴിയുന്ന രീതിയിൽ നല്ലൊരു ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. നമ്മുടെ ഈ പരിപാടികൾക്ക് ഒത്തിരി ചെലവുണ്ട്. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിലും ജിലാനി സാഹിബ് അത്
പരിഹരിക്കും. എന്നാലും അങ്ങനെയല്ലല്ലോ, അദ്ദേഹം ഒരു വലിയ കിണറാന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ കോരിക്കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. ആ കിണർ അവിടെ കിടക്കട്ടെ, ആവശ്യത്തിന് കോരി പള്ളിക്കാർ ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിലയിൽ നിങ്ങൾ എല്ലാവരും അതിനകത്ത് നമ്മുടെ നിയ്യത്തുകളുടെ ആ സാധൂകരിക്കുന്നതിന്, നിയ്യത്ത് ഹാസിലാകുന്നതിന് നിയ്യത്താക്കി ഇൻഷാ അല്ലാഹ് ഇടീൻ. സഹോദരിമാരുടെ ഭാഗത്ത് കൊണ്ടുപോയി അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വന്നപ്പോ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താദെ, സാധാരണ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ സംസ്കാരവും മനസ്സിലാക്കും. ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞതുപോലെയാണ്. ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞ് കെട്ടിക്കിടക്കുന്ന വെള്ളം നാറും, ഒഴുകുന്ന വെള്ളം നാറൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്ഥലത്തിന് നിൽക്കരുത്. കുൽ സീറൂ സീറൂ, ടൂറ് പോകൂ. കുൽ സീറൂ, ടൂർ പോകൂ, യാത്ര ചെയ്യൂ. ഫല്ലറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സംസ്കാരങ്ങൾ പഠിക്കും. അപ്പൊ യാത്ര ചെയ്യുന്നത് നല്ല കാര്യമാണ്, സംസ്കാരം പഠിക്കാൻ പറ്റും. ബിശ്റുൽ ഹാഫി തങ്ങളുടെ വാക്കാണ്. അപ്പൊ നമ്മുടെ യാത്രകളുടെ ഇടയിൽ ഇന്നിപ്പോ നാളെ തൃശ്ശൂര്, മറ്റന്നാള് നിലമ്പൂര്, അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ നാട്ടിലെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പല സ്ഥലത്തും പോകുമ്പോൾ പറയും, ഉസ്താദെ അല്ലാഹ് ഞാൻ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കമ്മിറ്റിക്കാരെ കൊണ്ട് ഒരു ഗുണമില്ല. ചില ആളുകളൊക്കെ ഒന്ന് രഹസ്യമായിട്ടൊക്കെ. പക്ഷെ ഇന്ന് വന്നിറങ്ങിയത് മുതൽ ഇങ്ങ് എത്തുന്നത് വരെ പ്രസിഡന്റ് പറഞ്ഞത്, ഉസ്താദെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന നല്ലൊരു പരിപാലന സമിതി, നല്ല ഒരു, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ഐക്യം നിങ്ങളിൽ തീരരുത്. ഇലാ യൗമിൽ ഖിയാമ, അവസാന നാൾ വരെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് പകർന്നു കൊടുക്കാൻ, ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇനി ചരിത്രങ്ങൾ ഒന്നും പറയുന്നില്ല, ഒരൊറ്റ പ്രധാന കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ദുആ ചെയ്തൊരു 3 സ്വലാത്തോടുകൂടി നമുക്ക് യാത്രയാകാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നവോന്മേഷം, പാപ സുരക്ഷിതത്വം നൽകി, പാപ രോഗരഹിതരായി നമുക്ക് ഇവിടെ നിന്ന് പോകണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കമ്മിറ്റിക്കാര്, നല്ല ജനങ്ങൾ, ആരും എണീറ്റ് പാതിയാവുമ്പോൾ എണീറ്റ് ഓടുന്ന സ്വഭാവമൊന്നുമില്ല. ഒന്നും അല്ലെങ്കിൽ 2 മണിക്കൂർ സിഗരറ്റ് വലിക്കാതിരുന്നില്ലേ? എത്ര ആളുകൾക്ക് അതിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? ഞാൻ കുറ്റം പറയല്ല, ചില ആളുകൾക്ക് അങ്ങനെയാണ്. സിഗരറ്റ് വലിക്കാതിരുന്ന അവർക്ക് വിറയലുണ്ടാവും, അത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്, നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ 2 മണിക്കൂർ അവരിങ്ങനെ ഇരുന്നു. ഇതിനിടയിൽ എത്രയോ ആളുകൾക്ക് മൂത്രശങ്ക ഉണ്ടാവും, അവർ അനങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നു. ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇതിന്റെ പിന്തുണ. അമല് ചെയ്യാൻ നമ്മുടെ 3 കൂട്ടർക്കും, പറയുന്നവനും പറയിപ്പിച്ചവനും കേൾക്കുന്നവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫീ റജുലിൻ എന്നാണ് ചൊല്ല്. ഹാലു റജുലിൻ ഫീ റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫീ റജുലിൻ. 1000 പേര് ഒരാൾക്ക് വഅല് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരാള് 1000 മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. ഹാലു റജുലിൻ അൻഫഉ, ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫീ റജുലിൻ. അതര വ്യായാമത്തെക്കാൾ അഭികാമ്യം അനുകരണത്തിലൂടെയുള്ള ആവിഷ്കാരം എന്നാണ് ആപ്തവാക്യം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ കൂടി നമുക്ക് കഴിയണം. അള്ളാഹു 3 കൂട്ടർക്കും, എനിക്കും സംഘാടകർക്കും ശ്രോതാക്കൾക്കും അള്ളാഹു ഒരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഇത്രയും കേട്ടപ്പോഴും ഉമ്മമാരൊക്കെ മസിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. മോനങ്ങ് വരട്ടെ, മോനങ്ങ് വരട്ടെ, മോളങ്ങ് വരട്ടെ, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് മനസ്സിലായല്ലോ. അങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കൊടുക്കുന്നതേ കിട്ടൂ, കൊടുക്കുന്നതേ കിട്ടൂ, കൊടുക്കുന്നതേ കിട്ടൂ. വാപ്പ മോനുമായിട്ട് പോവുകയാ, വീടിന്റെ കോലായിലാണ്, വീടിന്റെ പിന്നാമ്പുറത്താണ്. വാപ്പയുടെ കയ്യിലൊരു പാത്രമിരിപ്പുണ്ട്, അതിൽ കുറച്ച് ചോറിരിപ്പുണ്ട്. വാപ്പ ആ പാത്രത്തിൽ ചോറും വെച്ചിട്ട് അച്ഛൻ, വാപ്പ ഫാദർ, ചോറുള്ള പാത്രം മകന്റെ കയ്യും പിടിച്ച് വാപ്പ കിടക്കുന്ന പുറകിലത്തെ റൂമിലേക്ക് പോയിട്ട് ആ പാത്രം നീട്ടിക്കൊടുത്തു. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പാ അല്ലെങ്കിൽ അച്ഛാ, ഇതെന്താണ് ഈ പാത്രത്തിൽ കൊടുക്കുന്ന? ഇതിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് വേറെ പാത്രമാണല്ലോ. ഇത് എന്നും അച്ഛന് തന്നെ, അച്ഛന്റെ അച്ഛന് തന്നെ കൊടുക്കുന്നത് കാണാറുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു, മോനെ ഇത് അപ്പച്ചനുള്ള പാത്രമാണ്, ഇത് വേറെ ആർക്കും നിങ്ങൾക്കൊന്നും തരൂല, ഇത് അദ്ദേഹത്തിനുള്ള പാത്രമാണ്.
പാപ്പാക്ക് പേറെ പാത്രം മക്കൾക്ക് കൊടുക്കുന്ന പാത്രത്തിൽ കൊടുക്കൂല, അതങ്ങനെ തിന്നാൻ മതി. മക്കൾക്കൊക്കെ നല്ല വില കൂടിയ പാത്രം. തിരിച്ചു വന്നു. നടന്നു വരുമ്പോ മകൻ അച്ഛനോട് പറയുന്നു, അച്ഛാ, പാത്രം നിലത്ത് വീണുടഞ്ഞു പോകല്ലേ, അത് തട്ടി പൊട്ടിച്ചു കളയല്ലേ. അച്ഛൻ ചോദിച്ചു, മോനെ എന്താടാ? അപ്പൊ മോൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ വലുതാകുമ്പോൾ ഈ മോന് അതിൽ തരാനുള്ളതല്ലേ, നിങ്ങൾ വലുതാകുമ്പോ നിങ്ങൾക്ക് അതിൽ തരണ്ടേ, അതുകൊണ്ട് പൊട്ടിക്കല്ലേ, അതുകൊണ്ട് പൊട്ടിക്കരുത്, കൊടുക്കുന്നത് കിട്ടും. മാതാപിതാക്കൾക്കുള്ള ദുആയതാ ഇപ്പൊ മനസ്സിലാക്കണം. മാതാപിതാക്കൾക്കുള്ള ദുആയതാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഒരു മോൻ ദുആരൊക്കെയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ചെറിയ പ്രായത്തിൽ എന്നോട് കാണിച്ചതുപോലെ വാപ്പ ഉമ്മയോട് നീ കാണിക്കണേ. ഇത് കേൾക്കുമ്പോ വാപ്പായും ഉമ്മയും ചിന്തിക്കുന്നത് എന്നറിയോ? ഓ അല്ലാ, ഞാൻ എത്ര കുടിയനായാൽ എന്താ, ഞാൻ എത്ര പലിശക്കാരനായാൽ എന്താ, എന്റെ മക്കൾ എനിക്ക് ദുആരക്കുന്നല്ലോ. പാവം, ഞാൻ നല്ലോരം നോക്കിയിട്ട് പോലും ഇല്ല, എന്നാലും എനിക്ക് ദുആരക്കുന്ന എന്റെ മക്കൾ. എടാ പൊട്ടം വാപ്പാ, നിന്റെ മോൻ എന്താ ദുആരെന്നത്? അർത്ഥം വെച്ചുള്ള ദുആയാടാ അത്. മോനെ വെച്ചുള്ള ദുആയാ നിന്റെ മോൻ ചെയ്തത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറിയ പ്രായത്തിൽ എന്നോട് കാണിച്ചതുപോലെ നീ അവരോട് കാണിക്കണേ അല്ലാ എന്നതിന്റെ അർത്ഥം. അല്ലാതെ സ്വർഗം കൊടുക്കണേ എന്നല്ലേ അങ്ങനെ കരുതിയത്. മക്കള് വാപ്പാക്കും ഉമ്മാക്കും ചെയ്യുന്ന ദുആയുടെ അർത്ഥം എന്താ? എന്റെ വാപ്പാക്ക് സ്വർഗത്തിൽ കുതിര കൊടുക്കണേന്നാണോ? എന്റെ വാപ്പാക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണേന്നാണോ? അല്ല. പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ചെറിയ പ്രായത്തിൽ ഞങ്ങളോട് എങ്ങനാണോ ഇവര് പെരുമാറിയത് അങ്ങനെ തന്നെ നീ അവരോട് പെരുമാറണേ അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നല്ലപോലെ പെരുമാറിയാൽ മക്കളുടെ ദുആ നല്ലപോലെ തിരിച്ചു കിട്ടും. നമ്മൾ ഇപ്പൊ നല്ലതുപോലെ മക്കളടുത്ത് പെരുമാറിയില്ല എങ്കിൽ മോശമായ നിലയിൽ തിരിച്ചു കിട്ടും. മക്കളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ആദ്യം എന്ത് നമുക്ക് ഒരു അഴകായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. ആദ്യം എന്തും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബിരിയാണി, അപ്പോട്ടെ പഞ്ചസാര, എല്ലാവർക്കും വലിയ കാണാൻ നല്ല രസകരമാണ്. കോഫിയിലിട്ടാൽ ചായയിലിട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ അവരിങ്ങനെ കുടിക്കും. ആദ്യം നല്ല അട്രാക്ഷനാണ്. കുറെ കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നാശം തുടങ്ങി. നമ്മുടെ നാശം തുടങ്ങി. ഷുഗറായി, പിന്നെ വല്ലാത്ത വിഷമമായി. ഈ നാശം കൂടി കൂടി വന്ന പിന്നെന്താവും? നമ്മുടെ ശത്രുവാവും. നമ്മുടെ ശത്രുവാവും. ചില ആളുകൾക്ക് പഞ്ചാര പാത്രം കാണിച്ചു കൊടുത്താൽ മതി, തല ഇറങ്ങി വീഴും. അത്രയും വലിയ ഷുഗർ രോഗികളുണ്ട്. ബിരിയാണി നല്ല കാണാൻ നല്ല മൊഞ്ചാണ്, മണം ഭയങ്കര ആസ്വാദ്യകരമാണ്, രുചി അതിലേറെ സുന്ദരമാണ്. പക്ഷെ അത് പരിധി വിട്ടാലോ നാശം തുടങ്ങും. ഗ്യാസ് ട്രബിള്, കൊഴുപ്പ്, പ്രശ്നം എല്ലാം. അത് വീണ്ടും കൂടിയാലോ പിന്നെ നമ്മുടെ ശത്രുവായി. പിന്നെ എല്ലാം ചപ്പാത്തി പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഉരുട്ടി വാക്കാത്ത് കയറ്റുകയാണ്. അല്ലാതെ ബിരിയാണി തിന്നാനും പറ്റൂല, നെച്ചോറ് തിന്നാനും പറ്റൂല. ശത്രുവായി. ഖുർആൻ പറഞ്ഞു, നിന്റെ മോൻ, നിന്റെ മകൻ, നിന്റെ മക്കള് അഴകാണ്, കൗതുകമാണ്, അട്രാക്ഷനാണ് നിന്റെ മക്കൾ. ആദ്യം പറഞ്ഞു. പിന്നെ ആ മക്കളെ നല്ല നിലയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അല്ല പറഞ്ഞു, നിന്റെ മക്കള് നാശമാണ്. എന്നിട്ട് മാമോനെ നല്ലതുപോലെ നടത്താൻ തീരുമാനിച്ചില്ലെങ്കിൽ അല്ല തഗാബുൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിന്റെ ശത്രുവാണ്, നിന്റെ ശത്രുവാണ് നിന്റെ മോൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നിലയിൽ മക്കളെ വളർത്തിയാൽ നിങ്ങൾക്ക് ഉപകരിക്കും ഈ സാധനങ്ങൾ. ഇല്ലെങ്കിൽ ദോഷം ചെയ്യും ഈ മക്കൾ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. 3 വടികളാണ് നമ്മുടെ മക്കൾ. അല്ലാതെ കൈയിരിക്കുന്ന വടി കൊണ്ട് തലക്കടിക്കുന്ന മക്കളാകരുത്. തലക്കടി കിട്ടുന്ന മക്കളാക്കരുത്. നേരത്തെ വീട്ടിൽ പോകണം. മക്കള് ഉറങ്ങൂല വാപ്പ പോയില്ലെങ്കിൽ. പക്ഷേ ആ മക്കൾ വളർന്നു വരുമ്പോ ചിലപ്പോ മോശമായ പാതയിലൂടെ ജീവിച്ച മക്കളാണെങ്കിൽ മക്കൾ ഉറങ്ങിയിട്ടേ പോവുള്ളൂ. ഉണരും മുമ്പ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്യും പേടിച്ചിട്ട്. നാട്ടിൽ വെച്ചൊന്നും മിണ്ടൂല. കാരണം ആളുകളുടെ മുമ്പിലിട്ട് വന്ന് നാണം കെടുത്തും. ആ മക്കളെ വളർത്തണോ? പോരാ. അതുകൊണ്ട് നമുക്കതിലൊരു മാതൃകാ പുരുഷനുണ്ട്. സയ്യിദുനാ മനുഷ്യനാഗരികതയുടെ പ്രപിതാമഹൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഇബ്രാഹിം നബി ഖുർആനിൽ ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഇങ്ങനെ വരും. നവാസ് മന്നാനി പനൂർ സബ്സ്ക്രൈബും ബെല്ലൈക്കനൊന്നും അടിച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട. ഞാൻ ഗായകനൊന്നുമല്ല, ഞാൻ സിംഗറൊന്നും അല്ല. നിങ്ങൾക്ക് ഇത് ഇൽമു പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണ്ട, ബെല്ലൈക്കനും അടിക്കണ്ട, നിങ്ങൾ സപ്പോർട്ടും ചെയ്യണ്ട, ഒന്നും വേണ്ട. അത് ഇവിടെ ആർക്കും വേണ്ടതാണ്. അതുകൊണ്ട് ഖുർആനിലെ ഇബ്രാഹിം നബി ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടൊരു വിഷയം 20 മിനിറ്റ് വെച്ച് ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറഞ്ഞ മൊത്തം ആയത്തുകളെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് അതിനകത്ത് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പഠിച്ചോളി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്നത് തിരിച്ചു കിട്ടി. അത് മാത്രം പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഒരു അല്പം പോലും അധികം ആവൂല. 11-10 എന്ന് പറഞ്ഞ് 11-10 തീർത്തിരിക്കും ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ വാപ്പാക്ക് കൊടുത്തത് മോനിലൂടെ തിരിച്ചു കിട്ടി. ഖുർആൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചരിത്രങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, അതിനുള്ള സമയവും നമുക്കില്ല. വാപ്പ ബഹുദൈവ വിശ്വാസി. വാപ്പാണോ മൂത്താപ്പാണോ കൊച്ചാപ്പാണോ ഉപ്പാപ്പാണോ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്. അറബികളുടെ ശൈലി അബ് എന്ന് പറയുന്ന വാപ്പാക്കും പറയും, കൊച്ചാപ്പാക്കും പറയും, മൂത്താപ്പാക്കും പറയും, ഉപ്പാപ്പാക്കും പറയും. പ്രമുഖരുടെ പേരിലാണ് അവർ അറിയപ്പെടുക, പ്രമുഖരുടെ പേരിൽ അറിയപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് അല്ലെങ്കിൽ സംരക്ഷകനായിട്ടുള്ള ആള് ആസർ, അയാള് ബിംബ കച്ചവടക്കാരനാണ് അല്ല, ബിംബ ആരാധകനാണ് അല്ല, അദ്ദേഹം ബിംബത്തിന്റെ നിർമ്മാതാവാണ്. ബിംബാരാധകനല്ല, ബിംബ കച്ചവടക്കാരനുമല്ല. ഇത് രണ്ടിനും പുറമെ വിഗ്രഹം നിർമ്മിക്കുന്ന ആളുമാണ് ആ മനുഷ്യൻ. അല്ലാഹുമാകട്ടെ യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യൻ. നമ്രൂദാണ് തന്റെ നാഥനെന്ന് വിശ്വസിച്ചിരുന്ന ആസർ, കൊട്ടാരത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള്, രാജാവിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവന്. ആ വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമീപനം എന്തായിരുന്നെന്നറിയോ? എന്റെ വാപ്പ മോശക്കാരനാണ്, തൗഹീദിൽ അടിയുറച്ചു നിൽക്കാത്തവനാണെന്ന് പറഞ്ഞ അടിവയത്തിൽ ഇബ്രാഹിം നബി ചവിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാലുമടക്കി ഇബ്രാഹിം നബിയുടെ വാപ്പാന്റെ കബോലത്തിൽ അടിച്ചില്ല. ഇബ്രാഹിം നബി എന്താ ചെയ്തത്? വാപ്പയോട് വന്നിട്ട് പറഞ്ഞു, യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. ഇബ്രാഹിം നബിയുടെ വാക്ക് കേൾക്കണേ. യാ അബി എന്നല്ല പറഞ്ഞത്, യാ അബി എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ, യാ അബി എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ. പക്ഷെ ഇബ്രാഹിം നബി വിഗ്രഹം നിർമ്മാതാവും വിഗ്രഹാരാധകനും വിഗ്രഹ കച്ചവടക്കാരനുമായ വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് യാ അബി എന്റെ വാപ്പ എന്നല്ല. പിന്നെ പറഞ്ഞ വാക്കണ്ട, യാ അബത്തി എന്റെ പൊന്നാര വാപ്പ. സ്നേഹത്തിന്റെ വിളിയാണ് അബ് അബത്ത്. യാ അബത്തി എന്റെ പൊന്നു വാപ്പിച്ച, എന്റെ പൊന്നു വാപ്പച്ചി, എന്റെ പൊന്നുപ്പ, അതാണ് എന്റെ അർത്ഥം. യാ അബി എന്ന് വിളിച്ചിരുന്നെങ്കിൽ വാപ്പ, എടാ വാപ്പ, വാപ്പ, അതല്ല വിളി വന്നത്. യാ അബത്തി എന്റെ പൊന്നു വാപ്പ. ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് എനിക്ക് പേടിയുണ്ട് പൊന്നാര വാപ്പ. ഈ പൊന്നാര എന്ന് ചേർത്ത വിളി, ആ സ്നേഹത്തിന്റെ വിളി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സമ്മാനിച്ചത് എന്തെന്നറിയോ? വാപ്പാക്ക് അങ്ങനെ ഒരു ഗുണം ചെയ്തു മോൻ. എന്ത്? സ്നേഹത്തോടെ സംസാരിച്ചു. എന്നിട്ട് സ്വന്തം മോനോടും സ്നേഹത്തോടെ സംസാരിച്ചു. എങ്ങനെയാ? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. ഇസ്മായിലിനെ വിളിച്ചത് അലൈഹിസ്സലാം. യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നാര മോനെ, എന്റെ കുഞ്ഞുമോനെ, എന്റെ ചക്കര മോനെ, ഇന്നി അറാ ഫിൽ മനാം. നിന്നെ ഞാൻ സ്വപ്നം കണ്ടടാ. ഇബ്രാഹിം നബി വാപ്പയോ വിളിച്ചത് സ്നേഹത്തിന്റെ വിളി, മോനെ വിളിച്ചത് അതിലേറെ സ്നേഹത്തിന്റെ വിളി. എന്താ അല്ലാഹ് തിരിച്ചു കൊടുത്തതെന്നറിയോ? ഇബ്രാഹിം നബിയുടെ മുഖത്ത് നോക്കിയിട്ട് മകൻ പറഞ്ഞു, യാ അബത്തി ഫഅൽ മാ തുഅമർ. എന്റെ പൊന്നു വാപ്പിച്ച. മോൻ വിളിച്ചു.
മോൻ വിളിച്ചു, എന്റെ പൊന്നാര വാപ്പിച്ച, എന്റെ പൊന്നാര വാപ്പച്ചിയെ. മകൻ വിളിച്ച വിളിയാണ്. ഇത് ചെറിയ കാര്യമായി കരുതരുത്. ഒരേ സമയം വാപ്പ എന്ന പിതാവിനും ഉമ്മ എന്ന മാതാവിനും അഥവാ ജന്മം നൽകിയ മാതാപിതാക്കളെ സ്നേഹത്തോടെ കണ്ടാൽ, അവർ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, അവർ ഇസ്ലാമിലൊന്നില്ല, പോകണം, കൃപ ചെയ്യണം, കരുണ കാണിക്കണം, ഭക്ഷണം കൊടുക്കണം, എന്നും ചെയ്തു കൊടുക്കണം. അങ്ങനെ സ്നേഹത്തോടെ മാതാപിതാക്കളെ കണ്ടു. എന്നിട്ട് അവനുണ്ടായ കുഞ്ഞിനോട് കരുണ കാണിച്ചപ്പോ അല്ലാഹു കൊടുത്ത സമ്മാനം ആ കുഞ്ഞ് അതേ ഭാഷയിൽ തിരിച്ചു വിളിക്കുന്നു. ഖാല യാ അബതി ഫഅൽ മാ തുഅമർ ഇന്നി. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്, യാ അബതി ഫഅൽ മാ തുഅമർ. എന്റെ പൊന്നുവാപ്പച്ചി, സഹോദരങ്ങളെ, കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുക, കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ. അതുകൊണ്ട് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ജീവന് തുല്യം മകനോട് സ്നേഹം കാണിക്കും, മകളോട് സ്നേഹം കാണിക്ക്. അവര് തിരിച്ച് സ്നേഹിക്കും. ഒരു ബോളെടുത്ത് ചുമരിലെറിഞ്ഞാൽ പതുക്കെ എറിഞ്ഞാൽ റിട്ടേൺ പതുക്കെ, അതിവേഗത്തിൽ എറിഞ്ഞാൽ അതിലേറെ വേഗത്തിൽ തിരിച്ച് കൊടുക്കുന്നതേ കിട്ടുള്ളൂ. അതുകൊണ്ട് മൻഹദിമ ഖുദിമ, ആര് സേവനം ചെയ്ത് അവന് സേവനം ചെയ്യപ്പെടും. ആര് ചിരിച്ചോ അവന് ചിരിക്കപ്പെടും. സഹോദരങ്ങളെ, അത് ഒരു തത്വമാണ്, അതൊരു സന്തുലിതത്വമാണ്, അത് അനിവാര്യമായ പ്രപഞ്ചത്തിന്റെ നിയമമാണത്. അതുകൊണ്ട് മക്കളോട് കരുണയോടെ ഇടപെട്ടാൽ അവർക്ക് നീ ഉമ്മയാകൂല, പിന്നെയോ പ്രിയപ്പെട്ട ഉമ്മയാകും. നീ അവർക്ക് പ്രിയപ്പെട്ട ഉമ്മയാകും. അല്ലാഹു നമ്മുടെ ഉമ്മമാരെ പ്രിയപ്പെട്ട ഉമ്മമാരാക്കട്ടെ, വാപ്പമാരെ പ്രിയപ്പെട്ട വാപ്പമാരാകട്ടെ, നമ്മുടെ മക്കളെ പ്രിയപ്പെട്ട മക്കളാക്കട്ടെ. ഇനി വാപ്പയുമയും മരിച്ചുപോയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഉസ്താദേ, കഞ്ഞി കൊടുക്കാൻ പറ്റൂല, ഭക്ഷണം കൊടുക്കാൻ പറ്റൂല, മുഖത്ത് നോക്കിയിരിക്കാൻ പറ്റൂല, കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടുന്നത് നിങ്ങളങ്ങ് ഏത് മധുരയിൽ പോയാലും, നിങ്ങളങ്ങ് അപ്പുറത്ത് തിരുനെൽവേലിയിൽ പോയാലും, നിങ്ങൾ എത്ര വലിയ കണ്ണിന്റെ ആശുപത്രികളിൽ പോയാലും കിട്ടാത്ത അനുഭൂതി 3 സ്ഥലത്തേക്ക് നോക്കിയിരുന്നാൽ നിങ്ങളുടെ കാഴ്ച കൂടുമെന്നല്ലേ. അതിൽ ഒന്ന് ഫിൽ കഅബത്തി ശരീഫ, അല്ലാഹുവിന്റെ കഅബയിൽ ഇങ്ങനെ നോക്കിയിരിക്കണം, കാഴ്ച കൂടും. രണ്ടാമത്തേത് ഫി ഖുർആനിൽ അദീം, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നോക്കിയിരിക്കണം, കാഴ്ച കൂടും. മൂന്നാമത്തേത് ഫീ വജ്ഹി ഉമ്മിഹി, ഉമ്മാന്റെ മുഖത്ത് ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ കാഴ്ച കൂടും. ഇത് അഹ്ലുൽ ഈമാനിനോടല്ലേ പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ മറ്റോമാര് ചാടും, ഏവന്മാര് നാസ്തികവാദികൾ, നിരീശ്വരവാദികൾ, അവന്മാര് ചാടും. എന്നാ പിന്നെ കണ്ണാശുപത്രി വേണ്ടല്ലോ, ഉമ്മാടെ മോന്തയ്ക്ക് ഇങ്ങനെ നോക്കിയിരുന്നാ മതിയല്ലോ. ഇത് അഹ്ലുൽ ഈമാനോട് പ്രഖ്യാപനമാണ്. വെറുതെ വന്നിട്ട് കമന്റ് ചെയ്ത് സമയം കളയണ്ട. ഇത് മുഅ്മിനീങ്ങളോടുള്ള വസിയത്താണ്, അവരോടുള്ള നസീഹത്താണ്. ഉമ്മമാരെ ബഹുമാനിക്ക്, സ്നേഹിക്ക്, ഇഷ്ടപ്പെടുക, അവരോട് പ്രിയം വയ്ക്ക്. നിങ്ങളുടെ കാഴ്ച തന്നെ കൂടുന്ന സംവിധാനമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാപ്പ മരിച്ചുപോയ, ഉമ്മ മരിച്ച മക്കളിന് എന്താ ചെയ്യേണ്ടത്? അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. 2 വഴികളാണ്. ഒന്ന്, നിങ്ങൾ അവരുടെ ഖബറിൽ ചെന്നിട്ടോ എപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി, യാസീൻ ഓതി, മുഅവ്വറത്തൈനി ഓതി, ഇഖ്ലാസ് ഓതി, അവർക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ഹദിയ ചെയ്യണം. ഖുർആനിലെ കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞ 3 സ്ഥലത്താണ് ഖുർറത്തു ഐൻ പറഞ്ഞത്. ഒന്ന്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ മിൻ ദുർരിയാതിനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത്തു ഐൻ, മക്കളെ പറ്റി കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞു. രണ്ടാമത് കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞത് ഖുർറത്തു ഐൻ ലി വലക്, ഖുർറത്തു ഐനുൻ ലി വലക്. ആസിയ ബീവി ഫിർഔന്റെ അടുത്ത് പറഞ്ഞതാണ് രണ്ടാമത്. അതെപ്പോഴാ? മൂസാന്ന കുട്ടി പെട്ടിക്കുള്ളിലായി നൈലിന്റെ ഓളങ്ങൾ തൈരത്ത് കൊണ്ടിട്ടപ്പോൾ ആ കുട്ടിയെ കണ്ടവൻ പറഞ്ഞു, നിങ്ങൾക്കും എനിക്കും കണ്ണിന് കുളിർമയാണ് കുട്ടിയാൻ. മൂന്നാമത് കണ്ണിന് കുളിർമയെന്ന് ഖുർആൻ പറഞ്ഞത് സ്വർഗ്ഗത്തെ പറ്റിയ സജദയില്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഗോപ്യമായ അനുഭൂതികൾ വെച്ചിട്ടുണ്ടല്ലോ സ്വർഗ്ഗത്തിൽ. അതേതെന്നറിയോ? ഒരു മനുഷ്യ സ്വർഗ്ഗത്തിൽ പോകും, ആ മനുഷ്യ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ
അവന് എന്തോ വലിയ ബഹുമാനം ബഹുമതി അല്ലാഹു കൊടുക്കും. അവൻ ചോദിക്കും, റബ്ബേ അന്നാലി ഹാദി, ഇതെനിക്കെന്തിനാ? ഇത് ഞാൻ ചെയ്തതിന് എനിക്ക് കിട്ടുന്നതല്ലല്ലോ, ഈ കാര്യത്തിന് മാത്രം ഞാൻ ഒന്നും ദുനിയാവിൽ ചെയ്തില്ലല്ലോ, ഇതെവിടെന്നായി വന്നത്? അവനോട് മലായിക്കത്തുകൾ പറയും, ഇസ്തിഗ്ഫാരി വലദില്ലക, നിന്റെ മോമനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയതാ, നിന്റെ മോമനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചതാ. അതുകൊണ്ട് പാപ്പയും ഉമ്മയും മരിച്ച മക്കളോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ഖബറിങ്ങൾ പോയോ, വീട്ടിലിരുന്നോ, നിങ്ങളൊരു സലാം ചൊല്ലി ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി ഹദിയ ചെയ്യുക. രണ്ട്, വാപ്പയും ഉമ്മയും ആരെ സ്നേഹിച്ചോ അവരെ സ്നേഹിക്കുക, ആരോട് ചേർന്ന് നിന്നോ അവരെ ചേർത്ത് നിർത്തുക, ആരെ ഇഷ്ടപ്പെട്ടിരുന്നോ അവരെ ഇഷ്ടപ്പെടുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.